ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാരി ഉടുത്തുകൊണ്ടിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാരി ഉടുത്തുകൊണ്ട് തന്നെ ഇതൊരു സാരി വ്ളോഗാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ സാരി ഉടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസും പിന്നെ എവിടെയെങ്കിലൊക്കെ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കാണിക്കുമ്പോൾ സാരി ഉടുക്കാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, എനിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട്, പിന്നെ എൻ്റെ സാരിയൊക്കെ നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി കൂടെ കുറേ പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ചേച്ചി സാരിയൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള കുറച്ച് നല്ല സാരികൾ, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറച്ച് മെമ്മറീസ് ഒക്കെയുള്ള സാരികൾ ഉണ്ടാവില്ലേ, അതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വ്ളോഗ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ ഉടുത്ത സാരി എൻ്റെ അശ്വിൻ്റെ അമ്മയുടെയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണിത്. ഞാനിത് എടുത്തുകൊണ്ടൊരു അമ്മേനെ വഴക്ക് പറഞ്ഞു, കാരണം നീ എപ്പോഴും ഈ ഒരു സാരി മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കെന്തോ ഈ ഒരു കളറും ഈ ഒരു സാരിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാരിയുടെ വ്ളോഗല്ലേ, അപ്പോൾ നമുക്ക് സാരി ഉടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ട് തന്നെ വീഡിയോ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് എൻ്റെ ക്യാമറമാൻ അശ്വിനാണ് കേട്ടോ. കുറേ നാളിന് ശേഷമാണ് അശ്വിൻ എൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ എന്നെ സഹായിക്കുന്നത്. പക്ഷെ അവനെ കാണിക്കരുത് അവൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവനൊട്ടും റെഡി ആയിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരെയും പോലെ ഞാനും അമ്മയുടെ സാരിയും അമ്മയുടെ ഒരു ദുപ്പട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആദ്യത്തെ എൻ്റെ ഒരു സാരി എടുക്കുന്നൊരു പരിപാടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു സാരി എടുത്തിട്ട് പുറത്ത് പോയത് എൻ്റെ 12th ഓണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് 11th ഉണ്ടായിരുന്നില്ല, 12th ഓണം ഫംഗ്ഷനാണ് ഞാൻ ആദ്യമായിട്ടൊരു സെറ്റ് സാരിയും ബ്ലൗസൊക്കെ. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഒരു സെറ്റ് സാരിയും ബ്ലൗസൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ബ്ലൗസൊന്നും എനിക്ക് പാകാവില്ല. അന്ന് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ ഡ്രസ്സൊക്കെയും അവരുടെ ബ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ അന്ന് അതൊന്ന് സെറ്റപ്പ് ആക്കിയത്. അതിനുശേഷം ഞാൻ കോളേജിൽ വന്നപ്പം ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാരി ഉടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഞാനൊരു സാരി ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് സാരി വാങ്ങിച്ചു, ബ്ലൗസ് അടിച്ചു. ആ സാരി ഞാൻ ഉടുത്തു. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വേസ്റ്റ് എൻ്റെ സെലക്ഷൻ ആയിരുന്നു ആ ഒരു സാരിയൊക്കെ. കാരണം അന്നേരമൊന്നും എനിക്ക് സാരി സെലക്ട് ചെയ്യാൻ കാര്യങ്ങളൊന്നും അറിയില്ല. ആ സാരി അധികം ഒരു ഗുണമില്ലാത്ത സാരിയായിരുന്നു. അപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ച സാരിയാണ് കേട്ടോ. പിന്നെ കുറേ കാലം ഞാൻ സാരി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അശ്വിനായിട്ട് നമ്മളിപ്പം കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത ടൈം മുതൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ഒക്കേഷൻ വന്നു കഴിഞ്ഞാലും എന്ത് പൂജയും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഏതെങ്കിലും ഒരു സാരി റെഡിയാക്കി വെക്കും കേട്ടോ. കാരണം എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ പറയും അവൾ സാരി ഉടുത്തിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കും, ഞാൻ സാരി ഉടുത്തിട്ട് ഡ്രൈവ് ചെയ്യും, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു ഓണമൊക്കെ ആണെങ്കിലും അമ്മ എല്ലാം റെഡിയാക്കിയതിന് ശേഷം സാരി ഉടുക്കുക. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സാരി ഉടുത്തിട്ട് പൂക്കളിടും, സാരി ഉടുത്തിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും, കുക്ക് ചെയ്യും. അതിനുശേഷം ആരെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ പോലും ഞാൻ സാരി ഉടുത്തിട്ട് പോകും. കാരണം എനിക്ക് അത്രയും കംഫർട്ടബിളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയില്ലേ, ചിലർക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ്. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാരിയാണ്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് സാരി ചേരുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഒരു വലിയൊരു എന്താ പറയുക, സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഉടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അവർ നമുക്ക് നല്ല ഇങ്ങനെ അയൺ ചെയ്തിട്ടൊക്കെ തരില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു 1 പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഞാൻ തട്ടിമുട്ടൊക്കെ കൊടുത്തിട്ട് പോകും കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ. അത്രയും വലിയ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പാർലറിലൊക്കെ പോകാറുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ആയിട്ട് എൻ്റെ സ്പെഷ്യൽ സാരീസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന സാരി എനിക്ക് ഫസ്റ്റ് അശ്വിൻ്റെ ഫാമിലി ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൽ അവർ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ആണ് ഈ സാരിയാണ്. ഞങ്ങൾ അശ്വിന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട് വാങ്ങിച്ചൊന്നുമല്ല. അശ്വിൻ്റെ ബർത്ത്ഡേ November 1st എൻഗേജ്മെൻറ്റ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ടൊരു 15 November 15 അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഷർട്ടായിരുന്നു അത്. അപ്പോൾ അവൻ അന്ന് ബർത്ത്ഡേ ദിവസം അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിന് ഈ ഒരു സാരി വെച്ച് നോക്കിയപ്പോഴേക്കും മാച്ചിങ് പോലെ തോന്നിയിട്ട് അന്ന് ആ ഷർട്ട് ഇട്ടതാണ് കേട്ടോ. ഞാൻ ആ സാരി കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. നല്ല വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ബ്ലൗസാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാരി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നവർ വാങ്ങിച്ചു തന്നു, ഗിഫ്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചേ. ഇപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ പറയും, അയ്യോ എന്തൊരു കളറായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇത് ഉടുക്കുന്ന കാര്യം ആലോചിക്കുമ്പം വല്ലാത്തൊരു കളറൊന്നും തോന്നാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഞാൻ ഒറ്റ പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക, സ്പെഷ്യലായിട്ട് നിൽക്കുന്നൊരു സാരിയാണിത്. ഇതൊക്കെ നമ്മളിവിടെ ദാവൺഗിരിയിൽ നിന്ന് തന്നെയാണ് ഇവർ വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കാൻ പോകുമ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നതാണ്.
ഇതും എന്താ പറയുക, ഇവിടെ ദാവൺഗിരിയിൽ ഞാൻ മുന്നൊരു സാരി വ്ലോഗൊക്കെ പർച്ചേസിൻ്റെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. BSC എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ച സാരിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സാരി വാങ്ങിക്കുക ഇവിടെ ദാവൺഗിരിയിൽ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് നാട്ടിലേക്കാളും കുറഞ്ഞ റേറ്റിലും കൂടുതൽ കളക്ഷൻസും എപ്പോഴും കിട്ടും ഇവിടെ ദാവൺഗിരിയിലാണ്. നാട്ടിലൊക്കെ ഇപ്പം ഞാൻ നാട്ടിൽ ഭയങ്കര റേറ്റാണെന്ന് എനിക്ക് പോയപ്പം തോന്നി. ഞാൻ ഇവിടെ ഇവരൊക്കെ കൊണ്ട് നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക 5000-നൊക്കെ കിട്ടുന്ന ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയൊക്കെ അവിടെ അവർ 8000, 9000 ഒക്കെ ഒരു റേറ്റാണ് പറയുന്നത്. അപ്പം ഞാൻ കൂടുതൽ സാരി വാങ്ങിക്കുക ഇവിടെ ദാവൺഗിരിയിൽ നിന്നാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സാരി. എൻ്റെ അടുത്ത സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ സാരിയാണ്. ഇതൊക്കെ ചുളിഞ്ഞു പോയി, ഞാനിത് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ റീസെൻ്റായിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടി ഉടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ സാരി. ഇതൊരു റെഡ് ആൻഡ് സാഫ്രൺ മിക്സുള്ള സാരിയാണ് കേട്ടോ. ഫുൾ റെഡ് അല്ല, റെഡ് ആൻഡ് സാഫ്രൺ. ഇതൊരു ഡ്യുവൽ ഷെയ്ഡിലുള്ളൊരു സാരിയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇതും നമ്മളിവിടെ ദാവൺഗിരി തന്നെ. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, കൂടുതൽ എല്ലാ സാരികളും നമ്മൾ ദാവൺഗിരി തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ ഒരു സാരി ഞാൻ കല്യാണത്തിൻ്റെ അന്ന് എടുത്തു. പക്ഷേ ഞങ്ങളതൊരു കോവിഡ് വെഡ്ഡിങ് ആയതുകൊണ്ട് അന്ന് നമ്മളിതിൻ്റെ ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മളിതിന് വേറൊരു ബ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടാണ് അന്ന് ഇത് കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബ്ലൗസ് പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തു. അശ്വിൻ്റെ ഫസ്റ്റ് കസിനില്ലേ സോനു, അപ്പം സോനുവിൻ്റെ കല്യാണത്തിന് ഞാൻ രാവിലെ അവളുടെ മുഹൂർത്തത്തിൻ്റെ ടൈമിൽ ഞാൻ ഇതേ സാരിയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ, എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. അപ്പം ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോ കേട്ടോ. അപ്പം ഞാൻ ഇപ്പം കാണിച്ച സാരി ഇതാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ളത് ഇതും ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കസ്റ്റമാണ്. അപ്പം നമ്മൾ 2 സാരി, ഈ ഒരു സാരി നമ്മളിങ്ങനെ ബാക്കിൽ വെക്കുന്നതാണ്. അപ്പം ഇവർ ടോട്ടൽ നമുക്കൊരു 5 സാരി തരും കേട്ടോ കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതിൽ തരുന്ന 2 മെയിൻ സാരികളാണ് ഇതും ഇതും. അപ്പം ഈ ഒരു സാരി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ബാക്കിൽ വെച്ച് ആ സാരിയാണ് കേട്ടോ ഇത്. ആ ബാക്കിൽ പിൻ ചെയ്തുണ്ടായ സാരിയാണിത്. ഇതൊരു യെല്ലോ ആൻഡ് പിങ്ക് മിക്സാണ് കേട്ടോ, ഡ്യുവൽ കളർ ഉണ്ട് ഇതിനകത്ത്. ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഇതിലൊരു ബ്ലൂ ഉണ്ട്. ഇതൊരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ, ഇതിൻ്റെ ബ്ലൗസ്. അതിൻ്റെ ബ്ലൗസ് ഒരു പിങ്കിഷ് റെഡ് എന്നൊക്കെ പറയാം. ശരിക്കും റെഡ് അല്ല, എന്നാൽ ഒരു പിങ്ക് ഉണ്ട് കേട്ടോ. പിങ്കും റെഡും പോലത്തെ ഒരു കളറാണ്. ഇതൊക്കെ ഞാനിവിടെ വർക്ക് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഇവിടെ. ഇതാണ് വേറൊരു സാരി. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കോവിഡ് വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. ഈ ഒരു സാരിയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് അശ്വിൻ ഫസ്റ്റ് ടൈം ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയ സമയത്ത് കണ്ണൂർ പോയപ്പോൾ വാങ്ങിച്ച സാരിയാണ്. കണ്ണൂർ ലുലുവിൽ അവിടെ എന്താ വെച്ച് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു സാരി. അപ്പം ഞാനിതിന് എന്താ പറയുക, അയണൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇത് സാരി കണ്ട ഉടനെ ഞാനിങ്ങനെ ഒരു സാരി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഈ സാരി കണ്ട ഉടനെ അശ്വിൻ പറഞ്ഞു, ഈ സാരി എന്തായാലും എടുക്കുന്നത്, നല്ല രസമുണ്ടെന്ന് വെച്ചിട്ട് എടുത്തിട്ട് വന്ന സാരിയാണ് കേട്ടോ. പക്ഷേ ഇതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികമൊന്നും ഉടുക്കാത്തൊരു സാരിയാണ്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ഇസ്തിരി ഇട്ടതൊക്കെ പോയി, ഇതൊന്നും നീറ്റായി നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഭയങ്കര ചുളിവൊക്കെ ആണെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഞാനിതൊന്ന് ഇസ്തിരി ഇട്ടിട്ട് പോകാറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സാരി കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാരി ഇതാണ് കേട്ടോ. ഇത് 2 വർഷം സെലക്ട് ചെയ്ത സാരിയാണ്. ഈ ഒരു ഇതൊരു പർപ്പിൾ പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഈ ഒരു സാരിയും. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്ററിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാരി. കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് പറയും ഇത് ഉടുക്കാൻ തരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു സാരിയാണ്. കാരണം എന്താ പറയുക, നമ്മുടെ ഒരു ഏജിലുള്ളവർക്കൊക്കെ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള സാരികളൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അശ്വിൻ സെലക്ട് ചെയ്യുന്ന 2 സാരിയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞയും ഈ ഒരു ഓഫ് വൈറ്റ് സാരി. ഇവിടെ പിന്നെ എല്ലാ ഒക്കേഷനും സാരി മെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേബി ഷവർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു 6 months. അപ്പോൾ ഇവിടെ അതിന് സീമന്തം എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സീമന്തത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സാരി വാങ്ങിക്കണം. ഒന്ന് എൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് അശ്വിൻ്റെ വീട്ടിൽ നിന്നും. അപ്പോൾ ഞാൻ 2 സാരി ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തത്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള സാരിയാണ്. ആ ഒരു സമയത്ത് ഇതൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് വലിയ ബോർഡറുള്ളൊരു സാരി. എനിക്കൊരു ബോർഡർ ആദ്യം ഇഷ്ടപ്പെട്ട, കാരണം സ്ലീവിന് മൊത്തത്തിൽ ഈ ഒരു ബോർഡർ മാത്രം വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ബ്ലൗസ് അടിച്ചു.
ഇതൊക്കെ ഇപ്പം എനിക്ക് ഉടുക്കാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇതൊക്കെ ആരെങ്കിലും പാർലറിൽ ഉടുപ്പിച്ച് തന്നാലേ ഉടുക്കാനൊരു നേരെ നിൽക്കുള്ളൂ. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഇതത്ര ഒരു ഭംഗിയിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സീമന്തത്തിൻ്റെ ഫസ്റ്റ് സാരി. അതുപോലെ തന്നെ സീമന്തത്തിന് അശ്വിൻ്റെ ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ചെന്ന സാരിയാണിത്. ഇതൊരു ഫുൾ ഗ്രീനാണ് കേട്ടോ, ഫുൾ ഗ്രീനാണ്. ഗ്രീൻ ആൻഡ് മെറൂൺ ആണോ അല്ല, ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. ഇത് അശ്വിൻ്റെ അമ്മയുടെ സിസ്റ്റർ അനിതമ്മ വാങ്ങിച്ചെന്ന സാരിയാണ്. അപ്പോൾ അശ്വിൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കൊരു സാരി ഗിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അനിതമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുവരെ സ്വാതിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനിതമ്മയാണ് ഈ സാരി വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് അനിതമ്മ തന്ന ഗിഫ്റ്റാണ്. ഈ സാരി അതുപോലെ തന്നെ ഞാൻ അന്ന് ഒരു ദിവസം ഉടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം അശ്വിൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിന് ഉടുത്തു. അല്ലാതെ ഞാൻ ഇതുവരെ ഈ ഒരു സാരി ഒന്നും ഉടുത്തിട്ടില്ല. ഇനിയിപ്പം കുറേ കല്യാണങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അതിനെപ്പോഴെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഇതാണ് കേട്ടോ. ഇതിൽ ഒരു ഗ്രീൻ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു പിങ്ക് ആണോ പർപ്പിളാണോ എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു കളറാണ്. ഇതിൽ നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ബാക്ക് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ചെയ്തൊരു ബ്ലൗസാണ്. ഈ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ ദാവണഗിരി തന്നെ കേട്ടോ സാധാരണ കൊടുക്കാറ്. കാരണം എനിക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ നന്നായിട്ട് എൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട് എനിക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ. അപ്പോൾ ഇതാണ് എൻ്റെ സീമന്തത്തിൻ്റെ രണ്ടാമത്തെ സാരി. ഈ ഒരു സാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. ഈ സാരി എനിക്ക് ആര് ഗിഫ്റ്റ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ അമ്മയുടെ രണ്ടാമത്തെ സിസ്റ്ററുണ്ട്. അതായത് അവർ 3 സിസ്റ്റേഴ്സാണ്. അപ്പം ഇളയ അനിയത്തിയുണ്ട് ഗൗരമ്മയുടെ ഹസ്ബൻഡ് ദിനിയങ്ങളുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. അതായത് അവരുടെ വീട്ടിൽ ഞാൻ ഈ സീമന്തത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മാമ്മ അജ്ജി എന്നാണ് ഞങ്ങൾ വിളിക്കുക. നമ്മൾ ബാംഗ്ലൂർ അജ്ജി എന്നൊക്കെ അവർ വിളിക്കുക, കാരണം അവർ ബാംഗ്ലൂരാണ്. അപ്പോൾ ആ അജ്ജിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അജ്ജി പറഞ്ഞു, എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. അതായത് പിങ്ക് ആൻഡ് യെല്ലോ. പിന്നെ ഇത് നല്ല എന്താ പറയുക, കുറച്ചുകൂടി ഭയങ്കര ലുക്കുള്ളൊരു സാരിയാണ്. ഈ ഒരു സാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ്റെ അമ്മമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. അതായത് കൺമണിയൊക്കെ ജനിച്ചതിന് ശേഷം അമ്മമ്മ എന്നോട് പറഞ്ഞു, ഇത് അമ്മമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച സാരിയാണ്. പക്ഷേ അമ്മമ്മയ്ക്ക് ഈ ബോർഡർ ഇല്ലാത്ത സാരി അമ്മമ്മയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അമ്മമ്മ എനിക്കൊരു സാരി എന്തായാലും ഗിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഈ ഒരു കളറിന് ഒരു പിങ്ക് ആണ് കേട്ടോ ബ്ലൗസിൻ്റെ കളറ്. അപ്പോൾ ഇതെനിക്ക് ഇവിടുത്തെ അമ്മമ്മ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ സാരി. ഇതൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. നമുക്കിത് ഉടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ പോകാൻ ഭയങ്കര കംഫർട്ടബിളാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്. ഇത് ഞാൻ വാങ്ങിച്ച സാരിയാണ് കേട്ടോ. ഇത് ഇവിടെ ദാവണഗിരിയിൽ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാരിയാണ്. ഇതും അതുപോലെ തന്നെ ഞാൻ വേറെ എന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ പർച്ചേസിന് പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനൊക്കെ ഇവിടെ ഒരു 1500 രൂപ അതുപോലെയാണ്. ഇതൊരു ലിനൻ പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇത് ഉടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് എന്ന് വെച്ചാൽ സെയിം കളർ. അതിന് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു പ്രിൻറ്റഡ് ബ്ലൗസ് വാങ്ങിച്ചിട്ടാണ് ഇതിന് മാച്ച് ചെയ്തത് കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഈ ഒരു റെഡും ഈ ഒരു ഓഫ് വൈറ്റും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ നോക്കിയിട്ട് ഞാൻ അതുപോലെ ഒരു ബ്ലൗസ് ചൂസ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു സാരിയെ ചൂസ് ചെയ്യാം. ഈ ഒരു സാരി എനിക്ക് അച്ഛൻ വാങ്ങിച്ചതാണ് കേട്ടോ, നാട്ടിൽ കല്യാണത്തിന്. അതായത് ഇവിടെ അശ്വിൻ്റെ കസിൻ സോനുവിൻ്റെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞു, ഞാൻ അതിന് മുന്നേ നാട്ടിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു കല്യാണത്തിന് എടുക്കാനുള്ള സാരി നമുക്ക് നാട്ടിൽ നിന്ന് എടുക്കാം. അങ്ങനെ അച്ഛൻ കല്യാണത്തിന് വാങ്ങിച്ചത് സാരിയാണ്. ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ, അതിനുശേഷം ഇത് അയൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. ഇതൊരു മറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതൊരു ജൂട്ടിൽ വരുന്നൊരു സാരിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ജൂട്ട് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കണ്ട ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചൊരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഫുൾ ഗ്രീൻ ആണ് കേട്ടോ. ഇത് ഞാൻ ഫുൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കർണാടകയിലെ കല്യാണത്തിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഞങ്ങളുടെ ഒരു സെക്കൻഡ് കസിൻ്റെ കല്യാണത്തിന്. അപ്പോൾ അന്ന് ഞാൻ അമ്മാമ്മയുടെ സാരി ഉടുത്ത്, അമ്മാമ്മയുടെ സാരിക്ക് ഞാൻ അതായത് എനിക്ക് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല, അതൊരു പിങ്ക് സാരി ആയിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഞാൻ ആ സാരിയുടെ കൂടെ ഈ ഒരു ഗ്രീൻ ബ്ലൗസാണ് മാച്ച് ചെയ്തത്. അപ്പോൾ അത് നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ ആ സാരി ഈ ഒരു ഗ്രീൻ ബ്ലൗസ്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരിയുടെ ബ്ലൗസാണ് ഈ ഗ്രീൻ ബ്ലൗസ്. അപ്പം ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, കല്യാണം നടത്താണ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ. ഞാൻ കൂടുതലും ഇവിടുന്ന് എടുത്തതും സിൽക്ക് സാരികളൊക്കെ അല്ലേ കാണിച്ചത്. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സാരി കാണിക്കുകയാണ്. ഇത് അശ്വിൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ കല്യാണം നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതായത് കൺമണി ജനിച്ചിട്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊരു തുലാഭാരം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ അമ്മ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അമ്മ പറഞ്ഞു തുലാഭാരത്തിന് കൊടുക്കാനുള്ള സാരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആ തുലാഭാരത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ ഓണത്തിന് ഈ ഒരു സാരിയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, സാധാരണ നമ്മുടെ ഒരു കസവിന്ന് ഒരു ഡിഫറൻറ്റ് ഉണ്ട്. അതായത് ഇതെന്ത് കളർ അശു? ഇതൊക്കെ നോക്കും. ബ്രോൺസാ? റോസ് ഗോൾഡ്. അതെ റോസ് ഗോൾഡ്. അപ്പോൾ ഇതിനൊരു കാരാന്ന് വെച്ചാൽ ഒരു റോസ് ഗോൾഡ് കളറാണ്. പിന്നെ അതുപോലെ തന്നെ സാധാരണ എൻ്റെ എല്ലാ സെറ്റ് സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ നല്ല കസവിൻ്റെതാണ് എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ ഈ ഒരു കളറുള്ളത് ഈ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഇത് എഗെയിൻ അനിത്തമ്മ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. അതായത് അമ്മയുടെ സിസ്റ്റർ അനിത്തമ്മ എനിക്ക് കഴിഞ്ഞ ദീപാവലിക്ക് മുന്നേ ഗിഫ്റ്റ് ചെയ്തൊരു സാരിയാണ്. ഇതൊരു ചാണകപ്പച്ച എന്നൊക്കെ പറയും. അതിൻ്റെ കൂടെ ഒരു പിങ്കോ പർപ്പിളോ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഈ സാരി അതുപോലെ തന്നെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ അത് നീറ്റായിട്ട് നിൽക്കും. അതാണ് എനിക്ക് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ദീപാവലിക്ക് ഈ ഒരു സാരി ഉടുത്തിട്ട് വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരിയാണ് ഇത്. ഇതിൻ്റെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ബ്ലൗസാണ് ഞാൻ അമ്മ തന്നെ ഈ സാരിക്ക് ഞാൻ മാച്ച് ചെയ്യാറ് കേട്ടോ. ഇത് കുറച്ച് മാച്ചിങ് ആയിട്ട് തോന്നിയില്ലേ. പിന്നെ ഇതെൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് സാരി. ഇതുവരെ ഉടുത്തിട്ടില്ല, പുതിയ സാരിയാണ്. ആക്ച്വലി ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ച സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ സാരി ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണീനെ എഴുത്തിനിരുത്താൻ പോകുമ്പോൾ വാങ്ങിക്കാം, അവളുടെ വിദ്യാരംഭത്തിന് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാരിയാണ്. ശരിക്കും പറഞ്ഞാൽ അവളെ ഇതുവരെ വിദ്യാരംഭം ചെയ്തിട്ടില്ല. നമ്മൾ ദൈവം സഹായിച്ചാൽ നമുക്കിപ്പോൾ ഈ ഓഗസ്റ്റിൽ പോകാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഈ ഒരു സാരിയുടെ പർച്ചേസിൻ്റെ വീഡിയോ വ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഫുൾ സെൽഫാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ്. കോമ്പിനേഷനൊന്നുമല്ല, ഫുൾ സെൽഫായിട്ടുള്ളൊരു സാരിയാണ്. നല്ലൊരു എന്താ പറയുക, ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലുമൊക്കെ ഭയങ്കര ഗ്രാൻഡാണ്. എനിക്കിതുപോലത്തെ ഒരു ഇങ്ങനെ സെൽഫായിട്ടുള്ള സാരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോമ്പിനേഷൻ സാരികളെക്കാളും എനിക്കിതുപോലത്തെ സെൽഫായിട്ടുള്ള സാരികളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതെൻ്റെ ഒരു റീസെൻറ്റ് പർച്ചേസാണ്, എൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഒന്നുമില്ല, കാരണം ഞാൻ ഇതുവരെ ഇത് ഉടുത്തിട്ടില്ല. ഇത് ഉടുത്തിട്ടുള്ളൊരു വ്ലോഗ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എൻ്റെ സാരി പർച്ചേസ് വ്ലോഗ് കണ്ടവർക്കറിയാം, ഇതും ഞാൻ അതേ ദിവസം വാങ്ങിച്ച സാരിയാണ് കേട്ടോ. അതായത് ഈ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടുത്തെ അമ്മയും കൂടെയാണ് പോയത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് മന്ത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാരി എടുത്തപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ വക എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈ സാരി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചെന്ന സാരിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു കളറിൽ സാരി ഇല്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഈ ഒരു കളറിൽ എനിക്ക് ഇല്ലല്ലോ, ഈ സാരി വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു സാരി വാങ്ങിച്ചു. ഈ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തില്ല. പക്ഷേ ഈ ഒരു സാരി നല്ല സാരിയാണ് കണ്ടത്. അതിൻ്റെ ഒരു കണ്ടോ പല്ലു ഫുള്ള് ഗ്രാൻഡാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പിങ്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയും. ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് എല്ലാത്തിൻ്റെയും റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ റേറ്റിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഒരുപാട് സാരികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചിലതൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും, ചിലതൊക്കെ ഭയങ്കര എന്താ പറയുക ചെറിയ പൈസക്കൊക്കെ കിട്ടിയതായിരിക്കും. അപ്പോൾ റേറ്റും ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ആ ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട സാരിയുടെ റേറ്റും ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് സാരി കേട്ടോ. ഈ സാരി എന്താണെന്ന് വെച്ചാണല്ലോ, ഞാൻ ഇത്തവണ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പം എൻ്റെ അമ്മ വാങ്ങിച്ചത് സാരിയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് കല്യാണിൽ പോയി. ആ ഒരു സമയത്ത് ഇവിടുത്തെ എൻ്റെ ബ്രദർ ഉണ്ടല്ലോ മഹേഷ്, അപ്പോൾ മഹേഷിൻ്റെ ഒരു എൻഗേജ്മെൻറ്റൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ അന്നതൊരു ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ആ ഷോപ്പിൽ പോയപ്പോൾ ഡിസ്പ്ലേയിൽ കിടക്കുന്ന ഈ സാരി കണ്ടു കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മഹേഷിൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്ക് കൊടുക്കാൻ ഈ സാരി തന്നെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന സാരിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ഗ്രീൻ ആൻഡ് പിങ്ക് ആണ്. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തടി കാണാത്തൊരു മെറ്റീരിയൽ കൂടെയാണ് കേട്ടോ. അപ്പം എനിക്ക്
ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അവിടെ ഡിസ്പ്ലേയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിത് എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇത് വേണോ, ഈ ഒരു കളർ ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒരുപാട് ഗ്രീൻ ഇല്ലെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ സാരി എനിക്ക് അവിടെ നിന്ന് വിട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് വന്നു. ഇതിന് ഞാനിപ്പോൾ ഇതാ സ്ലീവ്ലെസ് ബ്ലൗസാണ് അടിച്ചിരിക്കുന്നത്. ആക്ച്വലി അവൻ്റെ എൻഗേജ്മെൻറ്റ് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്തായാലും ഈ ഒരു സാരി ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ പറയട്ടെ, എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ഒരു സാരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഷോർട്സ് എങ്കിലും ചെയ്യും കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് ബട്ട് ഫേവറേറ്റ്, ഇപ്പം എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റിൽ മറ്റൊരു സാരി ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ നല്ല ഭംഗിയില്ലേ, ഉടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് നിൽക്കുന്ന സാരിയാണേ. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് സാരിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ കുർത്തയാണെങ്കിലും ചുരിദാറൊക്കെ ആണെങ്കിലും ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നതൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണ് കേട്ടോ. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാൻ നിൽക്കാറില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടാനും ഒക്കെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ കൂടുതലും ഡ്രസ്സ് വാങ്ങിക്കുക. പക്ഷെ ഞാൻ സാരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. സാരിയുടെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, എനിക്കത് ഇഷ്ടമാവണം, ആ മെറ്റീരിയൽ നന്നാവണം. ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഞാനത് എന്താ പറയുക, കുഴപ്പമില്ല, സാരിയല്ലേ. എന്ന് വെച്ചാൽ സാരി നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ ഉടുക്കുന്നത് അതുപോലത്തെ ഒരു ഒക്കേഷനിലായിരിക്കും. അപ്പോൾ ഒട്ടും കുറവ് തോന്നിക്കരുതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെയൊന്നും കുറഞ്ഞ റേറ്റ് പറയേണ്ടിരുന്നത്. കാരണം കുറേ സിൽക്ക് സാരിയൊക്കെ എന്താ പറയുക 10,000-ലൊക്കെ മുകളിലുണ്ട്. അതുകൊണ്ട് റേറ്റിലൊന്നും വലിയ കാര്യമില്ല. അപ്പം നമുക്ക് സാരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം, എന്തായാലും അവർ പൈസ നോക്കാതൊക്കെ സാരി വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് സാരീസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു വ്ലോഗായിരുന്നു. കാരണം എൻ്റെ സാരി ഉടുക്കുന്നതിനെക്കുറിച്ചും എൻ്റെ സാരികളെക്കുറിച്ചൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിലും എനിക്ക് ഇൻബോക്സിലൊക്കെ വരാറുണ്ട്. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാരിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പിന്നെ പെർട്ടിക്കുലർലി എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ അയച്ചു തരും. എനിക്കിപ്പോൾ ആ ഫോട്ടോ അയച്ചു തന്നിട്ട് ആ സാരി എവിടെ നിന്നായിരുന്നു വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗായിരുന്നു ഇത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാരികൾ. വേറെയും കുറച്ച് സാരികളൂടെ ഉണ്ട്, അതൊക്കെ കോട്ടൺ സാരികളും പിന്നെ എനിക്ക് എന്താ പറയുക സാധാരണ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സാരികളൊക്കെയാണ്. ഇതിനൊക്കെ എനിക്ക് കുറച്ച് സ്റ്റോറീസുള്ള സാരികളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് അവരുടെ അടുത്ത് എന്നെക്കുറിച്ച് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.